ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും പുതിയ ഒരു വലിയ നോമ്പിൻ്റെ ആരംഭ ദിവസങ്ങളിലാണ്. നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് കേവലം ആചാരങ്ങളായി അനുഷ്ഠിച്ച് മാറേണ്ടുന്ന ഒന്നല്ല, മറിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ദൈവവുമായുള്ള ബന്ധം നയിക്കുന്നതിനുമുള്ള ദിനങ്ങളായി തീരേണ്ടുന്നതാണ്. ഇത് നമുക്ക് സാധ്യമായി തീരുന്നത് നമ്മെ തന്നെ ഒരു സ്വയം ശോധനയ്ക്കും അനുരഞ്ജനത്തിനും പുതുക്കത്തിനുമായി ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴാണ്. ലൗകികമായ ചിന്തകൾ വെടിഞ്ഞ് ദൈവവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഈ ദിനങ്ങൾ നാം വേർതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ നോമ്പിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നോമ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അഥവാ പർവ്വത പ്രസംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ഒരു നിയമത്തെയും മാറ്റുവാനല്ല, മറിച്ച് അത് പൂർത്തീകരിക്കുന്നതിനും അതിന് പുതിയൊരു വ്യാഖ്യാനം നൽകുന്നതിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കും. 21-ാം വാക്യത്തിൽ നമുക്ക് പഴയ നിയമത്തിലെ ദൈവപ്രമാണത്തിലെ ഒന്നിനെ ഉദ്ധരിച്ചുകൊണ്ട് അതിന് പുതിയൊരു വ്യാഖ്യാനം നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരം 10 കൽപ്പന ലഭിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊല ചെയ്യരുത് എന്നുള്ളത്. എന്നാൽ ഈ വേദഭാഗത്ത് അതിന് പുതിയൊരു വ്യാഖ്യാനം യേശു ഇവിടെ നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, സഹോദരനോട് എതിർക്കുകയോ സഹോദരനോട് കോപിക്കുകയോ ചെയ്യുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകുന്നു എന്ന്. ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്, സ്നേഹമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഭാവമെന്ന്. നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. അതിലും ആദ്യമായി കാണുന്ന ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ സ്നേഹമുണ്ടായാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ടും അവരെ കരുതുവാനുമായിട്ടുമൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും സഹോദരന്മാരാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആരെയും വിധിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ പരിഹസിക്കുവാനോ നമുക്ക് അവകാശമില്ല. എല്ലാവരെയും സ്നേഹത്തിലൂടെ കരുതുവാനാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടം ഏറ്റവും അർത്ഥപൂർണമായി തീർന്നത് ഈ സ്നേഹം എന്ന ഭാവം നമ്മളിൽ ആയിത്തീരുമ്പോൾ മാത്രമാണ്. മറ്റുള്ളവരെ സ്വീകരിച്ച് അവരുടെ കുറവുകളെ മനസ്സിലാക്കുന്ന സമയത്ത് അവർക്കൊരു ബലമായി തീരുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ബലിയർപ്പിക്കുവാൻ അല്ലെങ്കിൽ ആരാധനയ്ക്കായി പ്രാർത്ഥനയ്ക്കായി നാം സമയം വേർതിരിക്കുന്നതിന് മുമ്പ് തന്നെ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നാം മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം മറ്റാർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെ നാം അവനോട് ആദ്യം പോയി ക്ഷമിച്ചതിന് ശേഷം മാത്രമാണ് നാം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ഉത്തരം നൽകൂ എന്ന്. നമ്മുടെ ഉള്ളിലുള്ള ശത്രുതയും വിദ്വേഷവും പകയാലൊക്കെ നാം ബലി അർപ്പിക്കുവാനായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വെറുതെയുള്ള ആചാരങ്ങളായി തീരുകയേ ഉള്ളൂ എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യന് ദൈവത്തിന് നൽകുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ആരാധനയാണ് ബലി എന്ന് പറയുന്നത്. എന്നാൽ അത് അനുഷ്ഠിക്കേണ്ടത് വളരെ നിഷ്കളങ്കമായ രീതിയിൽ ആയിരിക്കണം. അബ്രഹാമിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. വാർദ്ധക്യ കാലത്തിൽ ലഭിക്കുന്ന മകനാണ്, എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് തൻ്റെ മകനെ യാഗം നൽകുവാൻ പോകുന്ന അബ്രഹാമിനെ കാണാനായിട്ട് സാധിക്കും. നിഷ്കളങ്കമായ ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ മകനെ ദൈവം
കരുതിക്കൊള്ളും എന്നൊരു വലിയ പ്രത്യാശ അബ്രഹാമിനുള്ളത് കൊണ്ട് തന്നെയാണ് തൻ്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് അബ്രഹാം ഒരുങ്ങുന്നത്. 26-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും, ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്ത് വരികയില്ല എന്ന്. ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞ് തീർക്കുവാനായിട്ട് റെഡി ആവണമെന്ന്. യേശു ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. ഈ മരണാനന്തര ജീവിതം നമുക്ക് 3 തരത്തിൽ പറയുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, നാം ദൈവഹിതമൊക്കെ അനുസരിച്ച് നല്ല ഒരു ജീവിതം നയിച്ച് നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ നാം ദൈവത്തോടു കൂടി സ്വർഗത്തിൽ ആനന്ദിക്കരായി തീരും എന്നുള്ളതാണ്. രണ്ടാമതായി, നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനൊക്കെ സമയം ലഭിച്ചു, നമുക്ക് അനേകം അവസരം ലഭിച്ചു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനും ഒക്കെ ആരാധനയിൽ പങ്കെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചുവെങ്കിലും നമ്മുടെ മനോഭാവത്തിന് യാതൊരു മാറ്റവും വരുത്തുവാൻ നാം ശ്രമിച്ചില്ല എങ്കിൽ നാം ഉറപ്പായും നരകത്തിലേക്ക് തള്ളപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം നല്ല ജീവിതമൊക്കെ നയിച്ചുവെങ്കിലും മറ്റുള്ളവരോട് സ്നേഹിക്കുവാനോ കരുതുവാനോ അവരുടെ കുറ്റങ്ങളെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുവാനോ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നാണ്. നാം ചെയ്യുന്ന പാപത്തിന് അനുയോജ്യമായ പരിഹാരം ചെയ്യണമെന്ന്. നാം പരിഹാരം ചെയ്യാൻ മടിക്കുന്നുവെങ്കിൽ അത് ഒരു കടമായി ഈ ലോകത്തിൽ തന്നെ കിടക്കുമെന്ന് കാണാൻ സാധിക്കും. നമ്മെ ഓർക്കുകയാണ്, മറ്റുള്ളവരോട് സ്നേഹിക്കുവാനും അവരെ കരുതുവാനുമുള്ള ഒരു മനോഭാവം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളിൽ ഉണ്ടാകണമെന്ന്. നമ്മൾ എന്നുള്ള ചിന്ത മാറ്റി നമ്മൾ മറ്റുള്ളവരെ കരുതി മറ്റുള്ളവർക്ക് എന്താണോ ആവശ്യം അവരെ ഒന്ന് സഹായിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നോമ്പ് കാലഘട്ടം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീർന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹപൂർണ്ണമായി തീർന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു ജീവിതം നയിപ്പാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളയില്ല ദിനം തോറും ഞങ്ങളെ സ്നേഹത്തോടെ കരുതുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ കർത്താവേ പുതിയൊരു നോമ്പ് കാലഘട്ടത്തിലായിരിക്കുന്നു. കർത്താവേ, ഈ നോമ്പ് കാലഘട്ടം കേവലം വെറും ആചാരങ്ങളായി മാറാതെ കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു രൂപാന്തരത്തിന് മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യജീവനിലേക്ക് അവകാശമാകണമെങ്കിൽ കർത്താവേ ഞങ്ങൾ ഈ ലോകത്തിലുള്ള എന്ത് പാപങ്ങളാണോ അത് എല്ലാം ക്ഷമിച്ചുവെങ്കിൽ മാത്രമേ കർത്താവേ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവേ, മറ്റുള്ളവരുടെ സ്നേഹത്തോടെ കരുതുവാനും അവരെ കരുതുവാനൊക്കെയുള്ള ബലം ഞങ്ങളിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.